Hi all, welcome to my new video. ഇന്ന് ഞാൻ പ്രാഗ് കാസ്റ്റിൽ ടൂർ എക്സ്പീരിയൻസ് ആണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. ഈ പ്രാഗ് കാസ്റ്റിൽ എന്ന് പറയുന്നത് 9th സെഞ്ച്വറിയിൽ ഇവിടെ പ്രാഗ് സിറ്റിയിൽ ബിൽഡ് ചെയ്ത ഒരു കാസ്റ്റിൽ കോംപ്ലക്സ് ആണ്. ഇതിപ്പോൾ ഈ ചെക്ക് റിപ്പബ്ലിക് എന്ന കൺട്രിയിലെ പ്രസിഡൻറ്റിൻ്റെ ഒഫീഷ്യൽ ഓഫീസാണ്. ഓൾഡൻ ഡേയ്സിൽ അന്നത്തെ കാലത്ത് ഉണ്ടായിരുന്ന കിങ്സിൻ്റെയൊക്കെ ഒഫീഷ്യൽ സീറ്റിങ്ങും ഇവിടെ തന്നെയായിരുന്നു. ഗിന്നസ് ബുക്കിലെ വേൾഡ്സ് റെക്കോർഡ് പ്രകാരം ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഓൾഡസ്റ്റ് കാസ്റ്റിൽ എന്ന് ഈ കാസ്റ്റിലിനെ പറയാം. ഇതിൻ്റെ ടോട്ടൽ ഏരിയ എന്ന് പറയുന്നത് 70,000 സ്ക്വയർ മീറ്റേഴ്സ് ആണ്. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാമല്ലോ ഇത് എത്രത്തോളം വലുതാണെന്ന്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ കണക്കുകൾ പ്രകാരം എല്ലാ വർഷവും 20 lakhs മേലെ ടൂറിസ്റ്റുകളാണ് ഈ ഒരു പ്ലേസ് വിസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ടേക്ക് വരുന്നത്. ഇത് പ്രാഗിലെ തന്നെ വൺ ഓഫ് ദ ടോപ്പ് അട്രാക്ഷൻസിൽ ഒന്നാണ്. ഈ കാസ്റ്റിൽ ഇത്രയും വലുതായതുകൊണ്ട് തന്നെ ഇതിന് ഡിഫറെൻ്റ് ആയിട്ടുള്ള എൻട്രൻസ് ഏരിയാസ് ഉണ്ട്. ഈ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ നമ്മളിതിൻ്റെ ടോപ്പ് പോർഷനിലേക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതുപോലെ തന്നെ ഈ കാസ്റ്റിൻ്റെ താഴെ നിന്നും എൻട്രൻസ് ഉണ്ട്. അങ്ങനെ വരുമ്പോഴും നമ്മൾ മുകളിലേക്ക് ക്ലൈംബ് ചെയ്ത് വരണം. ഇതായി കഴിഞ്ഞപ്പോഴും നമുക്ക് ടോപ്പ് സൈഡിലുള്ള എൻട്രൻസിലൂടെ അകത്തേക്ക് കയറുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഓരോരോ അട്രാക്ഷൻസ് കണ്ടിട്ട് താഴേക്ക് പോകുന്ന രീതിയിൽ അതായിരിക്കും കുറച്ചുകൂടി കൺവീനിയൻ്റ് ആയിട്ടുള്ള രീതി. മുകളിലേക്ക് ക്ലൈംബ് ചെയ്ത് വരുന്ന ആ ഒരു ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ വേണ്ടി തന്നെ ഇതിൻ്റെ ടോപ്പ് പോർഷനിലോട്ടേക്ക് ഡയറക്റ്റ് ആയിട്ടുള്ള ട്രാംസ് നമുക്ക് സിറ്റി സെൻറ്ററിൽ നിന്ന് അവൈലബിൾ ആണ്. ഇനി പറയുവാണെങ്കിൽ ഈ കാസ്റ്റിലിൻ്റെ അകത്തോട്ടേക്ക് കയറാൻ വേണ്ടിയിട്ട് എൻട്രൻസ് ഫീസസ് ഒന്നുമില്ല. പക്ഷേ ഇതിൻ്റെ അകത്ത് തന്നെ കുറച്ച് ആർട്ട് ഗാലറീസും മ്യൂസിയംസും ഒക്കെ നമുക്ക് കാണാനുണ്ട്. അതിൻ്റെ അകത്ത് കയറി കാണണം എന്നുണ്ടെങ്കിൽ നമ്മൾ അതുമായി ബന്ധപ്പെട്ട് സെപ്പറേറ്റ് ടിക്കറ്റ് പർച്ചേസ് ചെയ്യേണ്ടി വരും. ഈ ട്രാം ഇറങ്ങിയ ശേഷം ഒരു 200 to 250 മീറ്റേഴ്സ് വാക്കിംഗ് ഡിസ്റ്റൻസ് മാത്രമേ ഈ കാസ്റ്റിലിൻ്റെ എൻട്രൻസിലോട്ടേക്കുള്ളൂ. ഡയറക്റ്റ് ബസ്സസും ട്രാംസൊക്കെ അവൈലബിൾ ആയതുകൊണ്ട് തന്നെ ഇങ്ങോട്ടേക്കുള്ള ട്രാൻസ്പോർട്ടേഷൻ നല്ല ഈസിയാണ്. ഈ കാസ്റ്റിലിൻ്റെ എൻട്രൻസ് പോയിന്റിൽ വന്നാൽ നമുക്ക് ഫസ്റ്റായിട്ട് കാണാൻ പറ്റുന്നത് ഈ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ചേർച്ചാണ്. ഈ കാസ്റ്റിലിൻ്റെ തന്നെ മെയിൻ അട്രാക്ഷൻസിൽ ഒന്നാണ് സെൻറ്റ് പീറ്റേഴ്സ് കാത്തഡ്രൽ. ഈ കാസ്റ്റിലിൻ്റെ അകത്തോട്ടേക്ക് പോകുമ്പോൾ നമുക്ക് ആദ്യം തന്നെ കാണാൻ പറ്റുന്നത് ഈ ചർച്ചിൻ്റെ ഒരു സൈഡ് വ്യൂ ആണ്. പിന്നെ കാണാൻ പറ്റുന്ന മറ്റു ചില അട്രാക്ഷൻസ് ആണ് ലൊബ്കോവിക്സ് പാലസ്, ഓൾഡ് റോയൽ പാലസ്, ഇംപീരിയൽ സ്റ്റേബിൾസ്, ഗോൾഡൻ ലെയിൻ എന്ന് പറയുന്ന കുറച്ച് അട്രാക്ഷൻസും നമുക്കിതിൻ്റെ അകത്ത് കാണാൻ പറ്റും. ഈ ചർച്ചിന് ഡിഫറെൻറ്റ് എൻട്രൻസസ് ഉണ്ട്. ഈ സൈഡിൽ നിന്ന് വരുമ്പോൾ എത്തുന്നത് ഈ എൻട്രൻസിലോട്ടാണ്. ഇതൊരു ഗോത്തിക് സ്റ്റൈലിലുള്ള ഒരു ഓൾഡൻ ചർച്ചാണ്. ഇത് ഈ കൺട്രിയിലെ തന്നെ ലാർജും ഹിസ്റ്റോറിക്കലും ആയിട്ടുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് ചർച്ചസിലൊന്നാണ്. ചെക്ക് ഗവൺമെൻറ്റിൻ്റെ അണ്ടറിലാണ് ഈ ചർച്ച് ഇപ്പോഴുള്ളത്. ഇപ്പോൾ ഈ ചർച്ച് ഈ കാസ്റ്റൽ കോംപ്ലക്സിൻ്റെ ഇമ്പോർട്ടൻ്റ് അട്രാക്ഷൻസിൽ ഒന്നായിട്ട് മാറിക്കഴിഞ്ഞു. ഈ കാത്തഡ്രലിൻ്റെ ഉള്ളിൽ കയറി നമുക്ക് കാണാൻ വേണ്ടിയിട്ട് ഇതിന് സെപ്പറേറ്റ് ആയിട്ടുള്ളൊരു ടിക്കറ്റ് ഉണ്ട്. നമ്മളത് പർച്ചേസ് ചെയ്യണം. ഇവിടുത്തെ ടൈമിങ്സ് എന്ന് പറയുന്നത് രാവിലെ 9 മണി തൊട്ട് വൈകുന്നേരം 5 മണി വരെയാണ്. സൺഡേയിൽ ടൈമിൽ ഡിഫറൻസ് ഉണ്ട്. ആഫ്റ്റർനൂൺ 12 o'clock ഇത് ഓപ്പൺ ആവുക, വൈകുന്നേരം 5 o'clock വരെയാണ് ഇത് ഓപ്പൺ ആയിട്ടുണ്ടാവുക. ഈ കാത്തഡ്രലിൻ്റെ ആർക്കിടെക്ചറാണ് ഈ ചർച്ചിനെ ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട് തോന്നിപ്പിക്കുന്നത്. പ്രാഗ് കാസ്റ്റിൽ വിസിറ്റ് ചെയ്യാൻ വന്നാൽ ഡെഫിനറ്റ് ആയിട്ടും നമ്മൾ എക്സ്പ്ലോർ ചെയ്യേണ്ട ഒരു മെയിൻ അട്രാക്ഷനാണ് ഈ കാത്തഡ്രൽ. ഹിസ്റ്ററി അറിയാൻ താല്പര്യമുള്ളവർക്ക് ഗൈഡഡ് ടൂർസും ഇവിടെ അവൈലബിൾ ആണ്. ഈ കാത്തഡ്രലിനോട് ചേർന്ന് തന്നെയാണ് മറ്റുള്ള അട്രാക്ഷൻസും ഉള്ളത്. മറ്റുള്ള ഓരോ അട്രാക്ഷൻസും നമുക്ക് ഓൺ ദ വേയിൽ കാണാൻ പറ്റും. ഈ പ്രാഗ് കാസ്റ്റിൽ എന്ന് പറയുന്നത് കുറേ ലാൻഡ്മാർക്ക് ബിൽഡിങ്സിൻ്റെ ഒരു കോംബോ തന്നെയാണെന്ന് പറയാം. ഇനി ഇവിടെ ഈ ചേർച്ചിനോട് ചേർന്ന് കാണുന്നതാണ് ഇംപീരിയൽ സ്റ്റേബിൾസ്. ഇത് ഈ പ്രാഗ് കാസ്റ്റിലെ ഒരു ആർട്ട് ഗാലറിയാണ്. 16th സെഞ്ച്വറിയിൽ ഈ കാസ്റ്റിലിൻ്റെ നോർത്തേൺ ഗേറ്റ് സൈഡ്സിൽ സ്റ്റേബിൾസ് ഉണ്ടായിരുന്നു. പിന്നീട് 20th സെഞ്ച്വറിയിൽ ഈ സ്റ്റേബിൾസ് എക്സിബിഷൻ സെൻറ്റേഴ്സ് ആയിട്ട് ഇവർ റീബിൽഡ് ചെയ്തു. അങ്ങനെ ഇതിൻ്റെ ഒരു സൈഡിൽ പിക്ചർ ഗാലറി ആയിട്ടും അപ്പുറത്തെ സൈഡിൽ ഇംപീരിയൽ സ്റ്റേബിൾസും ആയിട്ടും ഇവർ റീകൺസ്ട്രക്റ്റ് ചെയ്യുമായിരുന്നു. ഈ ആർട്ട് ഗാലറി വിസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സെപ്പറേറ്റ് ടിക്കറ്റ് പർച്ചേസ് ചെയ്യണം. ഇവിടുത്തെ ഓപ്പണിംഗ് ടൈമിംഗ് എന്ന് പറയുന്നത് രാവിലെ 10 മണി തൊട്ട് വൈകുന്നേരം 6 മണി വരെയാണ്. ഇത് അത്യാവശ്യം വലിയൊരു ഏരിയ തന്നെയാണ്. ഈ ഓഡിറ്റോറിയത്തിൻ്റെ സീറ്റിംഗ് കപ്പാസിറ്റി എന്ന് പറയുന്നത് 350 members ആണ്. ആർട്ട് ഗാലറീസ് ഒക്കെ വിസിറ്റ് ചെയ്യാൻ ഇഷ്ടമുള്ളവർക്ക് ഇതൊരു ഗുഡ് ചോയ്സ് ആയിരിക്കും. അതുപോലെ കുട്ടികൾക്കും കുറേ കാണാനും എക്സ്പ്ലോർ ചെയ്യാനൊക്കെ ഉണ്ട് ഇതിൻ്റെ അകത്ത്.
കുറേ പിക്ചേഴ്സും അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഹിസ്റ്ററിയും എല്ലാം നമുക്ക് ഇതിൻ്റെ അകത്ത് കാണാൻ പറ്റും. ഇവിടുത്തെ ഓൾഡൻ ബിൽഡിങ്സ് ഒക്കെ ഗോത്തിക് സ്ട്രക്ചറാണ് ഫോളോ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അങ്ങനത്തെ ഗോത്തിക് സ്റ്റൈലിലുള്ള ബിൽഡിങ്സ് കാണാൻ നല്ല രസമാണ്. ഇവിടെയൊക്കെ കുറച്ച് നേരം നമ്മൾ കറങ്ങി നടന്ന് കണ്ട് പതിയെ മുന്നോട്ട് പോകുമ്പോൾ ഈ കാത്തഡ്രലിൻ്റെ ഫ്രണ്ട് വ്യൂ പോയിന്റിലേക്ക് എത്താൻ പറ്റും. നേരത്തെ നമ്മൾ കണ്ടത് ഒരു സൈഡ് വ്യൂ മാത്രമായിരുന്നു. ഇപ്പോഴാണ് മെയിനായിട്ട് നമുക്ക് ഈ ചർച്ചിൻ്റെ ഫ്രണ്ടിൽ നിന്നുള്ള ലോങ് വ്യൂ, കുറച്ച് വൈഡായിട്ടുള്ള വ്യൂ കാണാൻ പറ്റുക. ഈ ഒരു കാത്തഡ്രലിൻ്റെ കൺസ്ട്രക്ഷൻ 1344 നവംബർ 21 സ്റ്റാർട്ട് ചെയ്തത്. മുൻപ് ഇവിടെ ഉണ്ടായിരുന്ന ചർച്ച് വളരെ ചെറുതാണെന്ന് തോന്നിയിട്ടാണ് പിന്നീട് അത് പുതുക്കി പണിയണമെന്ന് അന്നത്തെ കാലത്ത് കിങ് ജോൺ തീരുമാനിച്ചത്. ഇതിനകത്തായിട്ട് സെയിൻറ്റ് വെൻഡലാസിൻ്റെ ഒരു ചാപ്പലും ഇതിൻ്റെ അകത്ത് കൺസ്ട്രക്റ്റ് ചെയ്തിട്ടുണ്ട്. അത് വിസിറ്റേഴ്സിനായിട്ട് എപ്പോഴും ഓപ്പൺ അല്ല, അതിന് വേണ്ടിയിട്ട് കുറച്ച് സെപ്പറേറ്റ് ഡേയ്സ് ഉണ്ട്. ഈ കാത്തഡ്രലിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൻ്റെ ഇൻറ്റീരിയേഴ്സാണ്. ഇതൊക്കെ ഡിഫറെൻറ്റ് ഇയേഴ്സിലായിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ ഫ്രണ്ടിലെ മുകൾ ഭാഗം 1765 ചെയ്തത്. ഈ ഏരിയ കംപ്ലീറ്റ് ആയിട്ടും ഒരു ഡെക്കറേറ്റീവ് പർപ്പസിനും അതുപോലെ തന്നെ ഗുഡ് ലുക്കിങ്ങിനും വേണ്ടിയിട്ടാണ് ചെയ്തത്. ഇതിൻ്റെ ലോവർ കേസിംഗ് 1929 ബിൽഡ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ഗോത്തിക് സ്റ്റൈലിലുള്ള ചർച്ചിൻ്റെ ആർക്കിടെക്ചർ ഫോളോ ചെയ്തിട്ടാണ് പിന്നീട് യൂറോപ്പിലെ തന്നെ പല ഫേമസ് ആയിട്ടുള്ള ചർച്ചസും കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ളത്. ഈ ചർച്ചിൻ്റെ മെയിൻ ടവറിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 103 meters ആണ്. ഫ്രണ്ട് ടവറിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 82 meters ആണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ആർച്ചിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 33 meters ആണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെ അകത്ത് കയറി കാണാൻ വേണ്ടിയിട്ട് നമ്മൾ സെപ്പറേറ്റ് ആയിട്ടുള്ള ടിക്കറ്റ് പർച്ചേസ് ചെയ്യണം. അതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് ഇവിടുത്തെ കറൻസിയിൽ 100 ആണ്. ഏകദേശം ഒരു 4 euros വരും. എൻട്രൻസ് ഫീ കുറവായതുകൊണ്ട് തന്നെ ഡെഫിനറ്റ് ആയിട്ടും ഇതിൻ്റെ അകത്ത് കയറി കാണാമെന്നുള്ളത് ഒരു സജസ്റ്റ് ചെയ്യുന്ന കാര്യമാണ്. കാരണം ഇതിൻ്റെ അകത്തുള്ള പിക്ചേഴ്സ് അതുപോലെ തന്നെ ലൈറ്റിങ്സ്, അതിൻ്റെ ഇൻറ്റീരിയേഴ്സ് ചെയ്തിരിക്കുന്ന വിധം കാണാൻ നല്ല രസമാണ്. അപ്പോൾ ഇവിടെ വരെ വന്നിട്ട് ഡെഫിനറ്റ് ആയിട്ടും ഇതിൻ്റെ അകത്ത് കയറി കാണാണ്ട് പോയാൽ അതൊരു വലിയ മിസ്സിങ് തന്നെയായിരിക്കും. ഈ പ്രാഗ് കാസ്റ്റലിലെ തന്നെ ഒരു മെയിൻ അട്രാക്ഷൻ ഈ ചർച്ച് ആയതുകൊണ്ട് തന്നെ കൂടുതൽ ആൾക്കാരും കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്നത് ഈ ചർച്ച് കാണാനും ഇതിൻ്റെ അകത്ത് കയറി കാണാനൊക്കെ വേണ്ടിയിട്ടാണ്. ഇതൊരു പഴയ ചർച്ച് ആയതുകൊണ്ടും ഇപ്പോൾ ഇവിടെ പ്രത്യേകിച്ച് പ്രയറൊന്നും നടക്കാത്തതുകൊണ്ട് തന്നെ ഇത് ശരിക്കും ആളുകൾ ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആയിട്ടാണ്, ഒരു റിലീജിയസ് പ്ലേസിനേക്കാൾ ഉപരി ഒരു ടൂറിസ്റ്റ് സ്പോട്ടായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ലോകത്തിൻ്റെ പല സൈഡിൽ നിന്നും ഡിഫറെൻറ്റ് റിലീജിയനിലുള്ള ആൾക്കാരും ഇവിടെ ഈ ഒരു പ്ലേസ് വിസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വരാറുണ്ട്. ഈ ചർച്ച് ഇവിടുത്തെ കാസ്റ്റലിൻ്റെയും ഇവിടുത്തെ ഗവൺമെൻറ്റിൻ്റെയും അണ്ടറിലായതുകൊണ്ട് തന്നെ ഇതിപ്പോൾ ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ആയിട്ട് മാറിക്കഴിഞ്ഞു. പിന്നെ ഈ കാസ്റ്റലും ഇതിൻ്റെ സറൗണ്ടിങ്സും ഒക്കെ ഒരു ഓപ്പൺ ഏരിയ ആയതുകൊണ്ട് തന്നെ നമ്മൾ വിൻ്റർ സീസണിൽ ഇങ്ങോട്ടേക്ക് വരുന്നത് അത്ര കൺവീനിയൻ്റ് ആയിരിക്കത്തില്ല. കാരണം തണുപ്പിൻ്റെ ഒരു പ്രോബ്ലം ഉള്ളതുകൊണ്ട് തന്നെ സമ്മർ സീസണിലാണ് ഇവിടെ കൂടുതലും ടൂറിസ്റ്റുകൾ വരാറുള്ളത്. സ്നോ കാണാനും എൻജോയ് ചെയ്യാനും ഇഷ്ടമുള്ള ആളുകൾക്ക് വിൻ്റർ സീസണിൽ ഇങ്ങോട്ടേക്ക് വരാവുന്നതാണ്. വിൻ്റർ സീസണിലും ഇങ്ങോട്ടേക്ക് വരുന്ന ആളുകളുടെ എണ്ണം ഒട്ടും കുറവല്ല. കാരണം ഈ കാസ്റ്റലും ഈ ഏരിയയൊക്കെ മഞ്ഞ് മൂടി കിടക്കുന്നത് കാണാൻ നല്ല രസമാണ്. അതുകൊണ്ട് തന്നെ ഈ പ്രാഗ് സിറ്റി എന്ന് പറയുന്നത് വിൻ്റർ സീസണിലും സമ്മർ സീസണിലും വരാനും കാണാനും ഒക്കെ പറ്റിയൊരു സ്ഥലമാണ്. ഈ ചർച്ചിൻ്റെ ഏരിയയിൽ നിന്ന് കുറച്ച് മുന്നോട്ടേക്ക് പോകുമ്പോൾ നമ്മൾ ഗോൾഡൻ ലെയിൻ എന്ന് പറയുന്ന ഒരു സ്ട്രീറ്റിലേക്കാണ് കിടക്കുന്നത്. ഈ ഗോൾഡൻ ലെയിൻ എന്ന് പറയുന്നത് ഈ കാസ്റ്റിലെ ഈ സ്ട്രീറ്റിനെയാണ്. 16th century ഈ കാസ്റ്റിലെ ഗാർഡ്സിന് വേണ്ടിയിട്ടാണ് ഈ ഹൗസസ് ഇവിടെ ഇങ്ങനെ കൺസ്ട്രക്ട് ചെയ്തത്. ഇവിടുത്തെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നതും ഈ സ്മോൾ ഹൗസസ് തന്നെയാണ്. 1950 തൊട്ടിട്ടാണ് ഇത് ഈ ബ്രൈറ്റ് കളേഴ്സിൽ പെയിൻറ്റിങ് ചെയ്യാൻ തുടങ്ങിയത്. ഈ ബ്രൈറ്റ് കളേഴ്സിലുള്ള ഇവിടുത്തെ ഈ ഹൗസസ് ആണ് ഈ സ്ട്രീറ്റിൻ്റെ ഏറ്റവും നല്ല സ്പെഷ്യാലിറ്റി. ആദ്യം ഈ സ്ട്രീറ്റിൻ്റെ 2 സൈഡിലും ഇതുപോലത്തെ ഹൗസസ് ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇതിൻ്റെ ഒരു സൈഡിൽ മാത്രമേ ഇങ്ങനത്തെ ഹൗസസ് ഉള്ളൂ. മറ്റേ സൈഡിലുള്ള ഹൗസസൊക്കെ റീകൺസ്ട്രക്ട് ചെയ്ത് അതിപ്പോൾ ഷോപ്പിംഗ് ഏരിയ ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. 16th century ഇവിടുത്തെ ഗാർഡ്സിന് വേണ്ടിയിട്ടാണ് ഈ ഹൗസസ് കൺസ്ട്രക്ട് ചെയ്തതെങ്കിലും പിന്നീട് 17th century ആയപ്പോൾ ഇവിടുത്തെ ഗോൾഡ് സ്മിത്സിന് താമസിക്കാനുള്ള പ്ലേസ് ആയിട്ട് ഇത് മാറി. അങ്ങനെയാണ് ഈ ഒരു സ്ട്രീറ്റിന് ഗോൾഡൻ ലെയിൻ എന്നൊരു പേര് വന്നത്. ഇവിടെ കുറേ ഫേമസ് ആയിട്ടുള്ള ആളുകൾ പിന്നീട് താമസിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്.
റൈറ്റർ ആയിട്ടുള്ള കഫ്ക, നോബൽ പ്രൈസ് വിന്നർ ആയിട്ടുള്ള ജെറോസ്ലാവ് എന്നീ ഫേമസ് ആയിട്ടുള്ള ആൾക്കാരും ഈ ലിസ്റ്റിലുണ്ട്. ഈ സ്ട്രീറ്റിൻ്റെ സൈഡിലായിട്ട് തന്നെ കുറച്ച് ഷോപ്പിംഗ് സെൻറ്റേഴ്സ് ഒക്കെ ഉണ്ട്. ഇവിടുത്തെ മെയിൻ ആയിട്ടുള്ള ഗിഫ്റ്റ്സൊക്കെ നമുക്ക് ഇവിടുന്ന് വാങ്ങിക്കാൻ പറ്റും. ഈ കാസ്റ്റിലിൻ്റെ ടോപ്പ് ഏരിയയിൽ നിന്ന് നമ്മൾ താഴേക്ക് ഇറങ്ങി ഈ സ്ട്രീറ്റിലൂടെ നടന്ന് നമ്മളിതിൻ്റെ താഴെയുള്ള ഏരിയയിലേക്ക് പോവാണ്. ഇപ്പോൾ നമ്മൾ നടന്ന് മുന്നോട്ടേക്ക് ചെല്ലുന്നത് ഇവിടുത്തെ ഒരു മെയിൻ ടോപ്പ് വ്യൂ പോയിന്റിലേക്കാണ്. ഇവിടെ നിന്ന് നോക്കിയാൽ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രാഗ് സിറ്റിയുടെ ഒരു ടോപ്പ് വ്യൂ നമുക്ക് കാണാൻ പറ്റും. ഈ ഒരു ഏരിയയും ഈ ഒരു കാസ്റ്റലിൻ്റെ ഒരു എൻട്രി പോയിന്റ് ആണ്. ഇവിടെ നിന്ന് നമ്മൾ മുകളിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ മുകളിലോട്ട് ക്ലൈംബ് ചെയ്ത് പോയിട്ട് ഇപ്പോൾ കണ്ട അട്രാക്ഷൻസ് ഒക്കെ കണ്ട് നമുക്ക് ആ ചേർച്ചിൻ്റെ അവിടെയുള്ള ഒരു എൻട്രൻസ് പോയിന്റിൻ്റെ അവിടേക്ക് ചെല്ലാൻ പറ്റും. പക്ഷേ ഇത് നല്ലൊരു സ്ലോപ്പ് ഏരിയ ആയതുകൊണ്ട് തന്നെ താഴേന്ന് മുകളിലേക്ക് പോകുന്നതിനേക്കാളും നല്ലത് മുകളിലത്തെ എൻട്രൻസ് പോയിന്റിൽ നിന്ന് പ്ലേസസ് ഒക്കെ കണ്ട് താഴേക്ക് വരുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. ഇനി ഇവിടുന്ന് താഴേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇവിടെ കുറച്ച് സ്റ്റെപ്സ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതിലൂടെയാണ് ഇതിൻ്റെ താഴത്തേക്കുള്ള ഏരിയയ്ക്ക് നമുക്ക് പോകാൻ പറ്റുക. ഇവിടുന്ന് നമ്മൾ താഴേക്ക് ഇറങ്ങി ചെല്ലുന്നത് ഇവിടുത്തെ ചാൾസ് ബ്രിഡ്ജ് മെയിൻ ആയിട്ടുള്ള ഒരു അട്രാക്ഷൻ്റെ പോയിന്റിലേക്കാണ്. അപ്പോൾ ചാൾസ് ബ്രിഡ്ജിൻ്റെ മറ്റു കുറച്ച് അട്രാക്ഷൻസിനെയും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള വീഡിയോ ഞാൻ ഓൾറെഡി ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഡെഫിനറ്റ് ആയിട്ടും നിങ്ങൾ ആ ഒരു വീഡിയോ കാണാനും മറക്കണ്ട. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇതുപോലുള്ള വീഡിയോസായിട്ട് വീണ്ടും വരുന്നതായിരിക്കും. നിങ്ങൾക്ക് ഈ വീഡിയോ റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും സ്പെസിഫിക് ആയിട്ട് അറിയണം എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ് ആയിട്ടും കമൻറ്റ് ചെയ്ത് ചോദിക്കാവുന്നതാണ്. താങ്ക്സ് ടു ഓൾ ഫോർ വാച്ചിങ് മൈ വീഡിയോ. ബൈ.